ഭംഗി, മോദകത്തിൻ്റെ മാധുര്യം, ജ്ഞാനത്തിൻ്റെ കുംഭ, ശാന്തമായ പുഞ്ചരി. ഈ വർണ്ണനകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഗണേശനെ പറ്റിയായിരിക്കും. അതെ, സനാതന സംസ്കൃതത്തിൽ പ്രഥമ ഗണനീയനായി പറയുന്നത് ഗണപതി ഭഗവാനെയാണ്. അകാര ഉകാര മകാരങ്ങളുടെ സമന്വയമായ ഓംകാരം എന്ന പ്രണവ മന്ത്രത്തോടു കൂടിയാണ് നമ്മുടെ മന്ത്രങ്ങൾ ആരംഭിക്കുന്നത്. പ്രണവ മന്ത്രം ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ അപൂർണമാണ് എന്നാണ് പറയുക. ഓംകാരം എന്ന ശബ്ദം എപ്രകാരമാണോ എഴുതുന്നത് അതുപോലെയാണ് ഗണേശന്റെ രൂപഭാവങ്ങളും. അപ്പോൾ അടുത്തതായിട്ട് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാപനാശം ശിവൻ രചിച്ച ആദ്യ താളത്തിൽ തിലങ്ക് രാഗത്തിൽ ശ്രീ ഗണേശ ശരണം എന്ന കൃതിയോടെ അരങ്ങിലെത്തുന്നു ആദിത്യ, അതിഥി, അനഘ. ഇവരെയും സഹൃദയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശ്രീ ഗണേശാചരണം ഗജാനന, ശ്രീ ഗണേശാചരണം ഗജാനന, ശ്രീ ഗണേശാചരണം ഗജാനന, ശ്രീ ഗണേശാചരണം ഗജാനന. ദേവർ മുനീവർ പണിയും ദയാകരാ, ശ്രീ ഗണേശാചരണം ഗജാനന. ദേവർ മുനീവർ പണിയും ദയാകരാ, ശ്രീ ഗണേശ. நாகாபரணனை நான் மறை போற்றும் நாகாபரணனை நான் மறை போற்றும் நாகாபரணனை நான் மறை போற்றும் நாமனே பிரணவ ரூபனே ஜய ஜய நாமனே பிரணவ ரூபனே ஜய 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 ஸ்ரீ கணேஷ சரணம் கஜானன. தேவர் முனீவர் பணியும் தயாகரா, ஸ்ரீ கணேஷ. ஸ்ரீ கணேஷ சரணம் சரணம்.